നമ്മുടെ ഫയർ ഇതൊരാൾ ചോദിച്ചതാണ്. ഈ പീപ്പ് നടക്കുമ്പോഴേ പീപ്പിൽ ഒരു വേറൊരു ആക്ടിവിറ്റി, ഈ ഇതില്ലേ കുട്ടികൾ കോളേജിലൊക്കെ പഠിക്കുന്നത്, ഈ രാജഗിരി MSW ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. ശരിക്ക് ആ ആക്ടിവിറ്റി ഞാൻ പറയാൻ മറന്നുപോയി. പീപ്പിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ്, ഇപ്പോഴും നടക്കുന്നുണ്ട് കുറേയൊക്കെ. അപ്പോൾ ഇതേപോലത്തെ ആൾക്കാർക്ക് ഈ ഇതുണ്ട്, അവരുടെ കോഴ്സ് കഴിയണമെങ്കിൽ ഏതെങ്കിലും ഏജൻസി പോയി പ്രവർത്തിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടണം. അങ്ങനെ എത്രയോ ഒരു 100-120 പേർക്ക് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ബോംബെ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ട്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഉണ്ട്, ചെന്നൈ യൂണിവേഴ്സിറ്റി ഉണ്ട്, പോണ്ടിച്ചേരി ഉണ്ട്, കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഉണ്ട്. വലിയ വലിയ കോളേജ്, ഇപ്പോൾ രാജഗിരി, അതേപോലെ ലേസേ ഫെയർ, ഇങ്ങനെ കോളേജുകളുണ്ടല്ലോ, ലയോള. എന്നെ അത്ഭുതപ്പെടുത്തും ഈ കോളേജ് ലിസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ. ഈ ഇൻറ്റേൺഷിപ്പ് നമ്മുടെ ഭാഗമാണ്. അങ്ങനെ ഇത്രയും പേർക്ക് കൊടുത്തിട്ടുണ്ട്. അതും പീപ്പിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ്. ആ കരിന്തണ്ടൻ ഇൻറ്റേൺഷിപ്പ്, കുട്ടികളുടെ വിദ്യാഭ്യാസം, അതേപോലെ ഒരു സാമൂഹിക ഒരു ബോധവൽക്കരണം, ഇതൊക്കെ അതിൻ്റെ റിസൾട്ടുകളാണ്. പുറമേ നോക്കുമ്പോൾ മനസ്സിലാവില്ലെങ്കിൽ ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ ഇതൊക്കെ റിസൾട്ടാണ്. ഇതിനൊക്കെ റെക്കോർഡുണ്ടോ എന്ന് വെച്ചാൽ ദെയർ ഈസ് റെക്കോർഡ്സ്. നമ്മുടെ കയ്യിൽ ആൽബം ഉണ്ട്, കമ്പ്യൂട്ടറിൽ അതിൻ്റെ ഫോട്ടോ വിഷ്വൽസൊക്കെ ഉണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് രാജഗിരിയിലെ അവരുടെ ഈ പ്രോജക്റ്റ് ഓഫീസറുണ്ട്, അയാൾ കത്തനാരാജൻ പാതിരിയാണ്. അയാളും അയാളുടെ സ്റ്റാഫും കൂടെ അവിടെ വന്നു, 2 പേരുണ്ട്. അവിടെ വന്നിട്ട് അപ്പോൾ ഇദ്ദേഹം, എനിക്കറിയാം ഇദ്ദേഹം പാതിരിയാന്നൊക്കെ. അപ്പോൾ എന്നോട് ഈ പിള്ളേർ പറഞ്ഞിരുന്നു, ഉണ്ണിച്ചേട്ടൻ തന്നെ വിളിക്കുന്നത്, ഉണ്ണിച്ചേട്ടാ പുള്ളി പാതിരിയാ, കുഴപ്പമൊന്നുമില്ലല്ലോ, പാതിരിയല്ല പ്രീസ്റ്റാ, കുഴപ്പമൊന്നും. ഞാൻ പറഞ്ഞു ഞാനും കുഴപ്പമില്ല, പുള്ളി ഇവിടെ വരുന്നതിലൊന്നും കുഴപ്പമില്ല. ഇല്ല. അപ്പോൾ പിള്ളേരൊക്കെ മാറിയിരിക്കും, കാരണം അവരുടെ ഓഫീസറല്ല, അങ്ങനെ അവർക്ക് അറിയാമല്ലോ നിങ്ങൾ ഈ പ്രൈവറ്റ് കോളേജിൻ്റെ സ്ഥിതി. ഓരോന്നിരുന്നു കസേര ഇതേപോലെ ഇരുന്നിട്ട് എന്തിച്ചു ഇതൊക്കെ പ്രവർത്തിക്കാൻ ഫ്രം വെയർ യു ഗോട്ട് ദ ഫയർ എന്നാണ് എന്നോട് ചോദിച്ചത്. ആ വാക്ക് തന്നെ ഉപയോഗിച്ചത്. ഞാൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ഫയറുണ്ടായത് നിങ്ങളുടെ മതമായിരിക്കാം. ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിച്ചത്. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി അങ്ങനെയൊക്കെയുള്ള മതം അതിൻ്റെ സംഘടനയൊക്കെയാണ്. എനിക്ക് ഇതിൻ്റെ ഫയർ തന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘമാണെന്ന്. അത് അയാൾക്ക് പിടിച്ചില്ല, മനസ്സിലായില്ല. ഞാൻ ഉടനെ പറഞ്ഞു RSS ആണ്. അപ്പോൾ അയാൾക്ക് പിടികിട്ടി. രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നുള്ള മുഴുവൻ പേരും അറിയുന്ന ആൾക്കാർ കുറവാണ്. നമ്മൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അപ്പോൾ RSSൻ്റെയാന്ന് പറഞ്ഞു. ഓഹോ, RSSൻ്റെയാണ്. പിന്നെ പുള്ളി അങ്ങനെയുള്ള ചോദ്യങ്ങളേ ചോദിച്ചിട്ടില്ല. അപ്പം എന്നെ എന്തുകൊണ്ട് സ്വീകരിച്ചു എന്ന് ചോദിച്ചില്ല. ഇവിടെ ക്രിസ്ത്യാനികൾ വന്നാൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്ന് ചോദിച്ചില്ല. ഇതൊന്നും ചോദിച്ചില്ല. അയാൾക്കറിയാം അത് ചോദിച്ചിട്ട് കാര്യമില്ല, അതൊന്നും നമ്മുടെ മുമ്പിലൊരു വിഷയമല്ലോ. എൻ്റെ മുമ്പിൽ എന്നെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമല്ല. കാരണം അവർ നടത്തുന്ന ഇൻറ്റേൺഷിപ്പിന് നമ്മുടെ പറയുന്ന ഒരാശയമെങ്കിലും അതിൻ്റെ അകത്ത് വയ്ക്കും. ഇപ്പോൾ നമ്മുടെ ഈ പുസ്തകം, നമ്മുടെ ഈ പീപ്പും ബേസ് ചെയ്തിട്ട് 2 പേര് റിസർച്ച് സ്കോളർമാരായിട്ടുണ്ട്, PhD കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടിയുടെ പേര് ബിന്ദു, അവർ അടിമാലിക്കാരിയാണ്, പെരുമ്പാവൂർ കല്യാണം കഴിച്ചേക്കണ ക്രിസ്ത്യാനിയാണ്, ബിന്ദു മാത്യു എന്നാ പേര്. അപ്പം അവരുടെ അവരെ ഗൈഡ് ഉണ്ടല്ലോ, ഗൈഡ് പറഞ്ഞു നിങ്ങൾ വയനാട്ടിൽ ഇങ്ങനെ പീപ്പ് എന്ന് പറഞ്ഞൊരു സംഘടന, അതൊക്കെ എങ്ങനെ കിട്ടിയെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ പീപ്പിൽ വന്നു, വയനാട്ടിൽ വന്നു ആ കുട്ടി. എന്നിട്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് എനിക്ക് ഇത് തരണം. അപ്പോൾ ഞാൻ ഈ പുസ്തകം എടുത്ത് കാണിച്ചു, 1970 സമരവും പിന്നെ ഞാൻ എഴുതിയുള്ള മറ്റു പൂക്കളും. അപ്പോൾ അതിൻ്റെ അകത്ത് വനവാസികൾ അല്ലെങ്കിൽ ട്രൈബൽ ഗ്രൂപ്പ് ഹിന്ദുക്കളാണ് എന്നാൽ ആ പുസ്തകത്തിൽ വളരെ ഇത് എഴുതിയിട്ടുണ്ട്. ഹിന്ദുക്കളാവാൻ കാരണം അവരുടെ ആചാരപദ്ധതിയും മറ്റു കാര്യങ്ങളും അവരാദരിക്കുന്ന ദൈവങ്ങളും അവരിടുന്ന പേരുകളും ഒക്കെ ഹിന്ദുവാണ്. പക്ഷെ അതല്ലാന്ന് വരുത്തി തീർക്കാനുള്ള ഒത്തിരി പരിശ്രമങ്ങളാണ് നടന്നത്. ഞാൻ എൻ്റെ ധാരാളം തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. അതിദേവത എന്ന് പറഞ്ഞ ചില പുസ്തകം, അത് വളരെ സന്ധ്യ ജെയിൻ എന്ന് പറഞ്ഞിട്ടൊരു വലിയ പ്രസിദ്ധമായിട്ടുള്ളൊരു പേപ്പർ, ഈ പത്രപ്രവർത്തകയാണ്. ഇന്നവരില്ല, അപ്പോൾ മരിച്ചു. അപ്പോൾ അവരുടെ ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ BC റോയ്, ഇങ്ങനെ പലരും ഉണ്ട്. ഇതൊക്കെ എഴുതിയ ഒത്തിരി പേരുണ്ട്. AK സിംഗ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ആൾക്കാർ എഴുതിയിട്ടുണ്ട്. ആ പേര് ഞാൻ ആൾക്കാരുടെ പേരൊക്കെ ഇനി ഓർത്ത് വരണം, ഇപ്പോൾ ഒക്കെ വിട്ടുപോയല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഹിന്ദുക്കളായിട്ട് തന്നെ ഇവരെ കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ബുക്ക് എഴുതി ഇത് പറയണേ. അങ്ങനെ തന്നെ ആ കുട്ടി എഴുതി. പക്ഷെ ആ കുട്ടിക്ക് PhD കിട്ടി, കേരള യൂണിവേഴ്സിറ്റിയുടെ.
അപ്പോൾ ഇതൊക്കെ റിസൾട്ടാണ്. ഇതൊക്കെ റിസൾട്ടായിട്ട് കണക്കാമെങ്കിൽ വലിയ വലിയ റിസൾട്ടുകളാണ്. എന്നെ സംബന്ധിച്ചതൊന്നും വലിയ റിസൾട്ടൊന്നുമല്ല. ഇതൊക്കെ അതിൻ്റെ ആ സാഹചര്യം കൊണ്ട് വന്നു, അത് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ്.